െങ്കിലും ശരി. അപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ബദറാണ്. എന്നാലും എനിക്ക് ഏറ്റവും സന്തോഷം ലൈലത്തുൽ അഖബയിൽ പങ്കെടുത്തതാണ്. പ്രസിദ്ധമായിടത്തും അതല്ല എല്ലാ സ്ഥലത്തും ഞാൻ കൂടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അല്ലാതെ എന്നും മടിയനാണ് ഇന്നും മടിയനായിന്ന് അങ്ങനല്ല, അതിന് പറയാനില്ലല്ലോ കേട്ടോ. അങ്ങനല്ല, ഒരു ദിവസവും ഞാനതിൽ ഉപേക്ഷ കാണിക്കാത്ത ഒരാളാണ്. വക്കാനമിൻ ഖബരി, വിഷയം പറയട്ടെ, എൻ്റെ സംഭവമായിരുന്നു. ഈന തഖല്ലബ്തു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഗസ്വത്തി തബൂക്ക്. തബൂക്ക് യുദ്ധത്തിൽ ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് പിന്തിയ ദിവസത്തിലെ എൻ്റെ വർത്തമാനമായിരുന്നു. അന്ന് എന്തേ യുദ്ധത്തിന് പോവാഞ്ഞെന്ന്, കഴിവില്ലായിട്ടോ ആരോഗ്യമില്ലായിട്ടോ ഒന്നുമല്ല, ഉണ്ടായ വിഷയ പറയണത്. ഞാൻ ഇതുവരെ ആയിട്ടില്ല അഖ്വ, ഏറ്റവും കഴിവുടയാള്, ശാരീരികമായി കഴിവുള്ളവരായിരുന്നു. അന്നിരിക്കുന്നുണ്ട് നല്ല യോദ്ധാവാണ്, ആരോഗ്യമുള്ള യോദ്ധാവാണ് ഞാന്. വലാ ഐസറ മിന്നി, എന്നേക്കാളും കഴിവുള്ളവരുമായിട്ടില്ല. കഴിവ് നല്ല സാമ്പത്തിക ഭദ്രത. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്ത പിന്നെ തബൂക്ക് യുദ്ധത്തിൽ ഞാൻ പിന്തിയ അന്ന് അപശാരീരിക സാമ്പത്തിക കഴിവുകളൊക്കെയും സമ്മേളിച്ചു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഞാൻ അതിൻ്റെ ആ ഒരു പ്രൗഢിയാ പറയുന്നത് അന്നുണ്ടായിരുന്നു. അല്ലാഹ് വല്ലാഹി മാ ജമഅതു ഖബ്ലഹാ റായിലത്തൈനി, അതിന്റെ മുമ്പ് എനിക്ക് 2 വാഹനം ഉണ്ടായിട്ടില്ല. യാത്രക്ക് ഉപയോഗിക്കുന്ന 2 കുതിരകളൊക്കെ ഉണ്ടാവുക. ഖത്തു ഹത്താ ജമഅതു ഫീ തിൽകൽ ഗസ്വ, ആ യുദ്ധം നടക്കുന്ന സമയത്ത് എനിക്ക് 2 വാഹനമുണ്ട്, ഏതെടുത്തിട്ടും പോവാം. മറ്റ് സ്പീഡിൽ ആവും പകലും നിർത്താ യാത്ര ചെയ്യാനുള്ള ആരോഗ്യം എനിക്ക് ഉണ്ടായിരുന്നു. അതിന് പറ്റുന്ന കുതിരയും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇനി വിവരം അറിയായിട്ടാണോ? അതുമല്ല, അതാ വലം യഖുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിട്ടില്ല യുരീദു ഗസ്വതൻ, ഒരു യുദ്ധത്തെ ഉദ്ദേശിക്കുന്നു, ഇല്ലാ വറാ ബിഗൈരിഹാ, മറ്റുള്ളതിനെ കൊണ്ടൊന്ന് മറച്ചു പറയും. അതായത് ഈ നാളെ ഇന്ന പരിപാടിക്ക് വേണ്ടി ഡയറക്റ്റ് അതാണ് പറയില്ല. എന്തുകൊണ്ട്? ഡയറക്റ്റ് പറഞ്ഞാൽ എല്ലാവരും അത് അറിയില്ലേ. എന്നാ എവിടേക്കൊന്ന് പോകാനുള്ള ഒന്ന് പറയും ചെയ്യും. അപ്പൊ ഇങ്ങോട്ട് പോവാണ്ട് ഇങ്ങോട്ടാ പറയാ. പ്രത്യേക കോഡാണ്, എല്ലാവർക്കും മനസ്സിലാവില്ല. അങ്ങനെയുള്ള കോഡുകൾ അങ്ങനെയല്ല, പ്രത്യേക കോഡ് അങ്ങനെ നമുക്ക് മനസ്സിലാവില്ല. എന്തേ പറഞ്ഞു ഇടില്ലേ, ഓരോ സ്ഥലത്ത് അങ്ങനെ നമ്പർ 1 അറിയും. അപ്പോൾ ഓന 1ന്റെ കുറേ പ്രൊസീജിയേഴ്സുകൾ ഉണ്ടാവും, അതൊക്കെ ഓൻ്റെ പേരിൽ അങ്ങോട്ട് കൊടുക്കും. അവൻ്റെ വിഷയം അതാണ് അറിയും അല്ലേ. അങ്ങനെ ഓരോന്നും അങ്ങനെയാണ് അല്ലേ. RM, GM, PM എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ഓരോ കോഡുകളാണ്. അതിൻ്റെ ആ ലിസ്റ്റ് വിശദീകരിച്ച് അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ ഇയാൾക്ക് വേണ്ടതാണെന്ന് അർത്ഥം. അങ്ങനെ പലയിടത്തും ഉണ്ടാവും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി ഡയറക്റ്റ് പറഞ്ഞപ്പോൾ ഈ പോണ സ്ഥലക്കല്ലേ, നാളെ നമുക്ക് ബദർക്ക് പോകാണ്ടിട്ട് പിന്നെ ബദർ യുദ്ധം പറയേണ്ട ആവശ്യമില്ല, എല്ലാ ശത്രുക്കളെയും മുമ്പ് പോയിക്കൂലേ. നാളെ തബൂക്ക് വേണം, തബൂക്കിലുള്ള കുൽച്ചറിനയുടെ വേണ്ട വിവരങ്ങളൊക്കെ കൊടുത്ത് അവിടെ ശേഖരിച്ച് ഒരുങ്ങിക്കൂലേ. അങ്ങനെ പറയില്ല, എപ്പോഴും ഒന്ന് മറച്ചു പറയും. എന്നെ അങ്ങനെ ഈ യുദ്ധമായപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോ ഏതായാലും പോവാണ്ടെന്ന് മനസ്സിലായിരുന്നു. പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ പോവാലോ, ഒരുങ്ങാലോ, പ്രയാസമൊന്നുമില്ലല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾക്ക് എല്ലാ കഴിവും ഉണ്ടാവുമ്പോഴാണ് ഈ മടി ഉണ്ടാവുക. ആ പ്രശ്നമില്ലല്ലോ, അടുത്ത് കാണും വണ്ടി എടുത്താണ് പോയാൽ പോരെ. ഞങ്ങളൊക്കെ മാറ്റി ഇറങ്ങിയ റോഡിൽ എത്തിയാൽ പറയേണ്ടിട്ടോ അറിയും. അതുവരെ മാറ്റൂല. എന്തിനാ ഞങ്ങളൊപ്പം വിടും, ഇതൊരു ധാരണയാണ്. അങ്ങനെ ധാരണ ഉണ്ടാകാൻ പാടില്ല. ടൈമിംഗ് ആണ്, ടൈമിങ് കറക്റ്റ് നമ്മൾ ശ്രമിച്ചോളണം. ഇല്ലെങ്കിൽ ഇതന്നെ ബുദ്ധിമുട്ട്, പിന്നാക്കാൻ നഷ്ടപ്പെടും. ഇവർക്ക് നഷ്ടപ്പെട്ടത് അങ്ങനെയാണ് എന്ന്. ഏതായാലും ആ യുദ്ധത്തിന്റെ യാത്ര വളരെ ത്യാഗോജ്ജലമായിരുന്നു. നടന്ന് കാലുകളൊക്കെ പൊട്ടിയിട്ട് ശീല ചുറ്റിയിട്ട് നടന്നു. കാരണം അതിശക്തമായ ചൂടുകാലത്താ പോകുന്നത്. അതുകൊണ്ടാണ് ധാത്തുരിക്കാന്ന് പേരും വന്ന്. ശീല ചുറ്റി നടക്കേണ്ടി വന്നു. എന്നാ ഷൂ കട്ടിയുള്ള ഇട്ടൂടെയെന്നോ സംശയം ഇപ്പൊ നമ്മക്ക് വരല്ലേ. ഷൂ ഉണ്ടോ? ഇല്ലേ, പാദരക്ഷ ഇല്ലാത്തവരായിട്ട് നടക്കല്ലേ, എന്താ ചെയ്യണേ? അതുകൊണ്ടാണ് ഇപ്പൊ പഴയ ആൾക്കാർക്ക് ഇപ്പൊ ചെരുപ്പിട്ട് സ്പീഡ് നടക്കാൻ പറ്റൂല.
എൻ്റെ മൂത്താപ്പി നേരെ മൂത്താപ്പല്ല ഭയങ്കര മൂത്താപ്പി ഞാൻ പോയപ്പോഴും മൂത്താപ്പ് ചെരുപ്പ് ഒരുക്കാണ് വേഗം നടക്കും. ചെരുപ്പ് 2 ഊരിക്കാണ് കൈ പിടിച്ചു എന്നിട്ട് വേഗം സ്പീഡിൽ നടക്കും. നമുക്കാണെങ്കിലോ ചെരുപ്പൂരി ഒരടി നടക്കാനും കഴിയൂല. ഓല് നമ്മളുള്ള മാറ്റാണ്. നമ്മൾ രാവിലെ തന്നെ ചെരുപ്പുമൊക്കെ ഇറങ്ങിയതേ, അവരോ ചെരുപ്പില്ലാത്തോടത്ത് ചെരുപ്പിട്ട്. അപ്പോൾ ഓൽക്കൊരു തടസ്സമാണ് നടത്തത്തിന്. അപ്പം ചെരുപ്പ് ഊരിക്കാണ്ട് വേഗം സ്പീഡിൽ നടക്കാൻ കഴിയും. അതന്നെ. അപ്പം അന്ന് ചെരുപ്പില്ലാതെ ജീവിച്ച ആളുകളാവുമ്പോൾ അങ്ങനെയാണ് ഇരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധം ചെയ്തു. ഫീ ഹർരിൻ ശദീദിൻ, ശക്തമായ ചൂട് കാലത്താണ്. വസ്തഖ്ബല സഫറൻ ബഈദം, ദൂരമായ ഒരു യാത്ര മുന്നിട്ടു. വമഫാസൻ, മരുഭൂമി വിജനമായ ഭൂമിയിലൂടെയാണ് യാത്ര ചെയ്തത്. പിന്നെ വെള്ളങ്ങൾ ഒക്കെ കുറവുള്ള ഭാഗങ്ങളാണ്. വസ്തഖ്ബല വലിയ ഒരു സംഘം ആളുകൾ പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ പോയി യുദ്ധസ്ഥലത്തെത്തി നടന്നു. ജല്ലാലിൽ മുസ്ലിമീന അംറഹും, മുസ്ലിമീങ്ങൾക്ക് അവരുടെ കാര്യം വ്യക്തമായി. അവരുടെ യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുങ്ങി തയ്യാറാവാനുള്ളതായ വെളിച്ചം വിവരങ്ങൾ ലഭിച്ചു. അവർ പോകാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തെക്കുറിച്ച് അവരോട് നേരിട്ട് പറഞ്ഞു. യാത്ര തുടങ്ങുമ്പോൾ അങ്ങനെയുള്ള എൻ്റെ ഭാഗത്തുക പോണെന്ന് സ്വന്തമായി പറയും. വൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങളോ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കഥീറുൻ, വളരെ കൂടുതൽ ആളുകളാണ്. എത്രയെന്ന് കണക്ക് ഇവിടെ പറഞ്ഞിട്ടില്ല. അതാ കിതാബുൻ ഹാഫിദുൻ, ഒരു സൂക്ഷിച്ചു വെക്കുന്ന ഗ്രന്ഥം അവരെ ഒരുമിച്ച് കൂട്ടിയിട്ടില്ല. യുരീദു ബിദാലിക ദീവാൻ, യുദ്ധത്തിന് പോണ പോലെ പേരും ഇതൊക്കെ എഴുതി വെക്കുന്ന ഒരു പട്ടിക ഉണ്ടാവും. ആ പട്ടിക തന്നെ കൊള്ളാൻ മാത്രമല്ല, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 30,000 ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ വലിയൊരു സംഘണ്ടേ. അപ്പൊ എന്തായി, അതുകൊണ്ട് പട്ടികയിലൊന്നും കൊള്ളാൻ മാത്രം അത്രയും ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആളെക്കുറവുണ്ടായത് നല്ല വിഷയം എന്നാ. ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖല്ല റജുലു യുരീദു അൻ യതഗയ്യബ, പോകാൻ ഇരുന്ന മനുഷ്യന്മാർ വളരെ കമ്മിയാണ്. അന്ന് പോകാത്ത ആൾക്കാർ ഇന്നപ്പാ കൊടുത്ത് കാണൂല എന്ന് വിചാരിച്ചു. അതാ ഇല്ലാ തന്നെ അവര് വിചാരിച്ചിട്ടല്ലാതെ ഇല്ല. അന്നദാലിക സയഖ്ഫാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടത് മറിയും. അഥവാ ഞാനില്ലാത്തൊന്നും പാ കൂടുതൽ ശ്രദ്ധിക്കാതെ പോകും. അള്ളാഹുവിൽ നിന്നുള്ള വഹി ഇറങ്ങിയിട്ടില്ലെങ്കിൽ അപ്പൊ എന്നെ ആള് പോന്നിട്ടില്ല കേട്ടോ, ഇത്ര ആളുകള് പിന്നെ മുനാഫിക്കങ്ങളായിട്ട് അവിടെ തങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നുള്ള വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ കൂട്ടൊന്നും തിരയില്ല. അത്രമാത്രം ആളുണ്ട്. അതായത് ആള് കമ്മി വരുമ്പോഴാണ് ഓനോടെ ഇവനോടെ തിരയുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ ആദ്യം തന്നെ കുറവുണ്ടെന്ന് ചോദിക്കും, എന്ത് കായബിനെ കണ്ടില്ലോ എന്ന് പറയും. അപ്പൊ ഉടനെ കായബിന് വിവരം കൊടുക്കും, വരുമായിരുന്നു. തോനാളുകൊണ്ട് അവൻ തെരഞ്ഞില്ല. ആ യുദ്ധത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് ഹീന തോബത്ത് തിമാറു വല്ലിലാൽ, പഴങ്ങളും തോട്ടങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. കഅബ് റളിയല്ലാഹു അൻഹു നല്ല പിന്നെ ആരോഗ്യപരമായും സാമ്പത്തികമായും ഐശ്വര്യമുള്ള സമയമായിരുന്നു എന്ന് പറഞ്ഞത്. അതിനെ പറ്റിയാ പറഞ്ഞത്. അപ്പോ നല്ല പിന്നെ തോട്ടങ്ങളൊക്കെ നിറഞ്ഞ് കായ്കനികളൊക്കെ ഉണ്ടായപ്പോ ഞാൻ അതിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞൂന്ന. അപ്പൊ ആ തോട്ടത്തിന്റെ കാര്യങ്ങൾ നോക്കിയും ശ്രദ്ധിച്ചു. അങ്ങനെ പെട്ടെന്ന് അടുത്ത് പോവാലോ എന്ന് ഇവരൊക്കെമാരി ഇങ്ങനെ നേരത്തെ കൊടുത്ത് ഒരുങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുസ്ലിമീങ്ങളും അവരോടുകൂടെ പ്രവേശിച്ചു. ഞാന് രാവിലെ പോവാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി. ഞാൻ പറഞ്ഞപ്പോ ഇന്നിപ്പോ രാത്രി ഓരൊക്കെ ഒരുങ്ങിക്കോട്ടെ, നമുക്ക് രാവിലെ ഒരുങ്ങിയാൽ മതിയാലോ.
അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുങ്ങാൻ വേണ്ടി രാവിലെ ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതാ ഞാൻ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ കിടാനോട് മടങ്ങുമല്ല ചെയ്യാ പോകും, പിന്നൊന്നും എടുത്തേക്കാതെ കിടാനോട് തിരിച്ചു ആ ഇനിപ്പെടുത്തക്കണ്ട രാവിലെ എടുത്താൽ മതി എന്ന് വിചാരിക്കും. ഞാൻ എന്റെ സ്വന്തമായി ഇങ്ങനെ പറയും, അന കാതിർന്നലാലിക്ക ഇതാ അറുത്തു. ഞാൻ അപ്പൊ വിചാരിച്ചു എനിക്ക് പെട്ടെന്ന് എടുത്തുകാണ് പൊയ്ക്കൂടെ, പ്രശ്നമില്ലല്ലോ. എന്താ പോവാ ഒരുങ്ങിയ ഒക്കെ റെഡി ആയി, ഒന്നും എടുത്തിട്ടൊന്നുമില്ല. അതെന്താ ബാഗ് 2 ഉപ്പായാണ്ട് ആണ് പോവല്ല, പിന്നെ എന്താ ശ്രദ്ധിക്കാനുള്ളതും ചോദിക്കലുണ്ട് ചിലരൊക്കെ. ചിലരതിന് വേണ്ടി തന്നെ ചെയ്യും, പോണീൻ്റെ ആദ്യത്തെ മുമ്പ് തന്നെ എന്താവും കുപ്പായം ഒന്ന് കഴുകി, പിന്നെ ഒന്ന് ഇസ്തിരിയിട്ട്, പിന്നെ ഒന്ന് മടക്കിച്ച് ഒന്ന് അട്ടിക്കച്ച്, പിന്നെന്താവും അതെടുത്ത് ബാഗ് വെച്ച്, പിന്നെ പോണമെന്ന് ബാഗ് ഒന്നുകൂടി പരിശോധിച്ച് നോക്കി, ഇങ്ങനെ തെരച്ചിലും ഒരുങ്ങലും ചില ആളുകൾ വളരെ ഇതായിരിക്കും. കഅബ്റളിയല്ലാഹു വിചാരിച്ചു ഞാൻ ഇത് ചെയ്യാം, അത് അപ്പടുത്താണ് പാഞ്ഞാ പോരേ. ഈ ഒരു സംഭവം എന്നെ കൊണ്ട് നീണ്ടുപോയി. അഥവാ ഞാൻ ചെല്ലും എടുത്തേക്കാ, അത് രാവിലെ എടുക്കാൻ രാവിലെ വിചാരിച്ചത് അത് പോകാനാകുമ്പോൾ എടുക്കാലോ. ജനങ്ങളെ കൊണ്ട് പരിശ്രമം നിന്നാണ് ജനങ്ങളൊക്കെ ചടകുടഞ്ഞ് എഴുന്നേറ്റ് ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു. അതിരാവിലെ തന്നെ പുറപ്പെട്ടു. മുസ്ലിമീങ്ങളൊക്കെയും ആ പോകാൻ വേണ്ടി ഒരുങ്ങിയോലും വന്നോലും എല്ലാവരുടെയും. ഞാൻ അപ്പോഴും ഒന്നും എടുത്തിച്ചിട്ടില്ല.